ഹായ് ഫ്രണ്ട്സ്, ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹം വിംബിയേട്ടൻ എനിക്ക് ഇന്ന് സാധിച്ചു തന്നു. അതിന് വിംബിയേട്ടൻ 1000 ഉമ്മ. എൻ്റെ ഒരു വിംബിയേട്ടൻ ക്യാമറയുടെ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരാറുണ്ട്. പക്ഷേ ഈ ആഗ്രഹം കുറച്ച് വൈകിയാണ് സാധിച്ചു തന്നത്. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്, വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ എനിക്ക് ഇന്ന് എന്താണ് സാധിച്ചു തന്നതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇതാണ്. ഇതിനകത്തൊരു സാധനമുണ്ട്. ബ്രാൻഡ് ന്യൂ iPad Pro 2020. ഇതാണ് വിംബിയേട്ടൻ എനിക്കിന്ന് വാങ്ങി തന്നിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന്, അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് iPad Pro 2020 ഏറ്റവും ലേറ്റസ്റ്റ് iPad Pro ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ 2 ആക്സസറീസും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് iPad പെൻസിൽ, അതായത് 2nd ജനറേഷൻ iPad പെൻസിലാണ്. പിന്നെ ഇത് വയ്ക്കാനായിട്ട് ഒരു ഫോളിയോ കൂടെ വാങ്ങിയിട്ടുണ്ട്, അതായത് iPad വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ iPad ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഇത് ഓർഡർ ചെയ്തതുമെല്ലാം, ഞാൻ അറിഞ്ഞേ ഇല്ല. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ ഈ കോവിഡും ഇതൊക്കെയാണ്, ഇവിടെ ഒരു പാർഷ്യൽ ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ iPad ഞാൻ പുറത്തേക്ക് എടുക്കാം. ചെറിയ വളരെ തിന്നായിട്ടുള്ള കവറാണ് ഇതിനകത്തുള്ളത്. ഞാനിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ iPad, ആപ്പിൾ ലോഗോ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്ന് ക്വിക്കായിട്ട് പറയുവാണെങ്കിൽ, ഇതിൻ്റെ താഴെയുള്ള ഈ ക്യാമറ, ഇതൊരു വൈറ്റ് ലെൻസ് ആണ് ഈ ക്യാമറ. ഇതിൻ്റെ മുകളിലുള്ളത് അൾട്രാ വൈറ്റ് ലെൻസ് ആണ്. പിന്നെ ഇവിടെ ഒരു ലിഡാർ സെൻസർ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ID റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങിയത് iPadൻ്റെ 11 ഇഞ്ചാണ് iPad Pro. നമ്മൾ വാങ്ങിയത് സ്പേസ് ഗ്രേ കളറാണ്. പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് 256 GB ആണ് സ്റ്റോറേജ്. പിന്നെ വൈഫൈ ആണ് വാങ്ങിയിരിക്കുന്നത്, സെല്ലുലാർ ഇല്ല. അപ്പം നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സിം ഇടേണ്ട കാര്യമില്ല ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വൈഫൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ iPad Pro 2020 അപ് ടു 1 TB വരെ സ്റ്റോറേജ് ഉള്ള നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കവറിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറച്ച് മാനുവൽ ഉണ്ട്, കുറേ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിന് USB-C കേബിളാണുള്ളത്, അതിൻ്റെ അഡാപ്റ്ററും അതും ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ ഈ കവറിൽ? ഇനിയൊന്നുമില്ല കവറിൽ. കവർ എംപ്റ്റി ആയി, അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ iPad എന്ത് ചെയ്യാം? ഓൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാം. ഇവിടെയാണ് പവർ ബട്ടൺ. ഹലോ, സ്വൈപ്പ് അപ്പ് ടു ഓപ്പൺ. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇംഗ്ലീഷ്. സെലക്ട് യുവർ കൺട്രി റീജിയൻ, ജർമ്മനി. ഓക്കെ, നമുക്ക് മാനുവലി ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ iPad ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് സ്റ്റാർട്ടിൽ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഫോൺ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാം, നമുക്ക് നോക്കാം.
ഇത് കണ്ടോ ഫോൺ, അതായത് ഐഫോൺ ഇതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടേ വെച്ചപ്പോഴേക്കും അത് ചോദിക്കുവാണ് സെറ്റപ്പ് ന്യൂ ഐപാഡ്. നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇതിൻ്റെ ഫേസ് ID എടുക്കണം. ഇതിനകത്ത് ഫോണിൽ പറഞ്ഞിരിക്കുന്ന ഹോൾഡ് യുവർ ന്യൂ ഐപാഡ് അപ് ടു ദ ക്യാമറ എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും ഐഫോണിൻ്റെ ക്യാമറയാണിത്. നമുക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ പാറ്റേണിൽ കാണിക്കാം. കണക്റ്റിംഗ്, ഫിനിഷ് ഓൺ ന്യൂ ഐപാഡ്, എൻ്റർ പാസ്കോഡ് ഓഫ് യുവർ ഫോൺ. ഇപ്പോൾ കുറച്ച് മിനിറ്റ്സ് എടുക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ഐപാഡ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫേസ് ID സെറ്റപ്പ് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് കൊടുക്കാം. ഇപ്പം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് പോർട്രേറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. എഗെയിൻ റൊട്ടേറ്റ്. നമ്മൾ ഏതിൽ കൂടെ നോക്കിയാൽ, എങ്ങനെ നോക്കിയാൽ പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ടു സെറ്റപ്പ് ഫേസ് ID എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് പൊസിഷൻ യുവർ ഫേസ് ഇൻ ദ ക്യാമറ ഫ്രെയിം, ദെൻ മൂവ് യുവർ ഹെഡ് ഇൻ എ സർക്കിൾ ടു ഷോ ഓൾ ദ ആംഗിൾസ് ഓഫ് യുവർ ഫേസ്. അപ്പം നമ്മുടെ ഫേസ് എല്ലാ ആംഗിളിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് മൂവ് ചെയ്യുക. അപ്പം എൻ്റെ ഫേസ് ഇതിനകത്ത് റെക്കഗ്നൈസ് ചെയ്തു. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ഡേറ്റ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ iCloud ബാക്കപ്പ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ മാക് ഓർ PCന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും റീസ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡോണ്ട് ട്രാൻസ്ഫർ ആപ്സ് ആൻഡ് ഡേറ്റയിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ്, വാറൻറ്റീനെ കുറിച്ചും അതേപോലെ തന്നെ iOS ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എല്ലാം വായിക്കാം. എന്തായാലും നമ്മൾ എഗ്രി കൊടുക്കണം. നമുക്ക് എഗ്രി കൊടുക്കാം. ഓക്കെ, അത് എനേബിൾ ലൊക്കേഷൻ സർവീസസ് കൊടുക്കുവാണ് ഇപ്പോൾ. അപ്പം ഞാൻ എല്ലാം ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുവാണ്. എങ്ങനെയാണ് കൺട്രോൾസ്? ഓക്കെ, സോ വെൽക്കം ടു ഐപാഡ്. നമുക്ക് സ്വൈപ്പ് അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ ഐപാഡ് പ്രോയുടെ ഹോം സ്ക്രീൻ. അപ്പം ഇനി നമുക്ക് നമ്മുടെ രണ്ട് ആക്സസറീസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആപ്പിൾ പെൻസിൽ സെക്കൻഡ് ജനറേഷൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഇതിനൊരു ഫോളിയും കൂടെ. അപ്പം നമുക്ക് അത് രണ്ടും അൺബോക്സ് ചെയ്യാം. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ആപ്പിൾ പെൻസിൽ, ഐപാഡ് പ്രോനുള്ള ഫോളിയോ. അപ്പം ആദ്യം നമുക്ക് ആപ്പിൾ പെൻസിൽ അൺബോക്സ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്തും കുറച്ച് ഇതിൻ്റെ മാനുവലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ആപ്പിൾ പെൻസിൽ. ശരിക്കും നമ്മുടെ പേനയൊക്കെ പോലെ ഉണ്ടെന്നത് എന്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻസിൽ, ആപ്പിൾ പെൻസിൽ. ഇത് നമുക്ക് ഐപാഡിൽ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഇതിന് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ കണ്ടോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒന്നും കൊണ്ടേ നടക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഒട്ടിച്ചപ്പോഴേക്കും ഇവിടെ വന്നു ആപ്പിൾ പെൻസിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ പെൻസിൽ സിങ്ക് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിനെ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കുള്ളത് നമ്മുടെ ഫോളിയോ ആണ്. ആ ഫോളിയോയും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബ്ലാക്ക് ഫോളിയോ ആണ്. നമ്മുടെ ഐപാഡ് എടുത്തിട്ട് നമ്മുടെ ഫോളിയോൻ്റെ ഉള്ളിൽ വയ്ക്കാം. യെസ്, ഇത് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോളിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഐപാഡിലേക്ക്. ഈ ഫോളിയോ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു സ്റ്റാൻഡൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. ഇതിനിങ്ങനെ ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു സ്റ്റാൻഡൊക്കെ ആയിട്ട് വയ്ക്കുക. ഇങ്ങനെ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫോളിയോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഫോളിയോൻ്റെ കവറിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ആപ്പിളിൻ്റെ ഐപാഡ് പ്രോയും പിന്നെ 1-2 ചെറിയ ആക്സസറീസും അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ്. ബൈ.